നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ നിത്യതയിലെ സീനിയർ മക്കള് ചേർന്ന മുന്നേ നാണം ബേസ് ചെയ്ത് അല്ലേ, സങ്കടം ബേസ് ചെയ്ത് ഭയം അങ്കുരിപ്പിക്കുന്ന ബേസൊക്കെ നമ്മൾ ചില ചലഞ്ച് കണക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ കലയുടെ ഒരു ഭാഗമാണ് അല്ലേ. നൃത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഭിനയം അല്ലേ. അപ്പൊ ലൈവായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള, അതായത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള കാര്യം നിങ്ങൾ അഭിമുഖീകരിച്ചു എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന പക്ക ലൈഫായിട്ട് ഇത് പ്രാക്ടിക്കലായിട്ട് മാത്രം എടുക്കുക. ജസ്റ്റ് നമ്മുടെ ഒരു ശ്രമം മാത്രം. വളരെ എന്നുവെച്ചാൽ പരിധി വിട്ട രീതിയിൽ നമുക്കൊരു ഇൻസൾട്ടോ വളരെയധികം ഒരു വിഷമമോ വന്ന പരിധി വിട്ട് നമുക്ക് നല്ല രീതിക്ക് ദേഷ്യമാകുമ്പോൾ ദേഷ്യത്തിന്റെ മാക്സിമം എത്തുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന ഒരു സെന്റൻസ് ആയിട്ട്, അതായത് ഇപ്പോൾ ഒരു പരിധി അങ്ങ് വിടുമ്പോഴത്തേക്കും പറട്ടെ നിന്റെ കരണം അടിച്ച് ഞാൻ പൊളിച്ചോളാം ഇനി എന്റെ കൺമുന്നിൽ വന്നാൽ എന്ന ഒരൊറ്റ സെന്റൻസ് മാത്രം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്താണ് അതൊരു സെന്റൻസ് ആയിട്ട് മീൻസ് പക്ക ഇങ്ങനെ പറയുന്ന ബേസ് അല്ല, നിങ്ങളെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഭാഷയിൽ പറയുക. എന്നെഴുതി ഓവറായിട്ട് നെഗറ്റീവ് ഒന്നും വരരുത്. ഇരുന്നല്ല, ഓരോരുത്തരായിട്ട് വരണം. ഇപ്പൊ നമ്മുടെ കൂട്ടുകാർ ഇത് കാണുവാണ്. ഇപ്പൊ നമ്മുടെ നിത്യതയില് ഏറ്റവും സീനിയർ ബാച്ചായ നിങ്ങളുടെ ആ ഒരു അഭിനയത്തിൻ്റെത്, അപ്പൊ അവരുടെ കാഴ്ചപ്പാടിലുള്ള അഭിപ്രായം പറയും. ചിലപ്പോൾ അത് തെറ്റുകുറ്റങ്ങൾ കാണും, മൈനസ് ആയിരിക്കും, ചിലപ്പോൾ പ്ലസ് ആയിരിക്കും, ചിലർ നന്നായിട്ട് ചെയ്യും, ചിലർ മോശം, അതൊക്കെ എന്തോ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ ചെയ്യണം, വീണ്ടും അത് ചെയ്യാനുള്ള, അപ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ. അപ്പൊ നമുക്കൊന്ന് ചെയ്യാം. എങ്ങനെയാണോ? ഓക്കെ ആണോ? എന്താണ് ഡയലോഗ് ഒന്ന് പറഞ്ഞേ. ഒയ്യോ, അത് പറഞ്ഞപ്പോ തന്നെ നമ്മളെ അഭിരാമി എന്ത് പറ്റി? നമ്മുടെ അനാമിക മോള് പല്ലില് കമ്പി ഇട്ടേക്കാണ് കേട്ടോ. അത് കാരണം അറിയത്തില്ല. എന്നാലും കോൺഫിഡന്റ് ആണോ? ഒരൊറ്റ സെന്റൻസ്. അതെന്താന്ന് വെച്ചാലേ, നമ്മളിപ്പോ നൃത്തത്തിൽ നമ്മുടെ അടവ്സ് എല്ലാം പഠിക്കുന്ന പോലെ, കൊറിയോഗ്രാഫി ചെയ്യുന്ന പോലെ ഏറ്റവും പ്രധാനമാണ് ഒരു ഡയലോഗ് കൂടെ പഠിക്കുക എന്നുള്ള അല്ലേ. ഭയങ്കര അല്ല, ഒരുപാട് കോൺഫിഡൻസ് ഉണ്ട്, പക്ഷേ ഒട്ടും കോൺഫിഡൻസ് എന്ന് പറഞ്ഞ നോർമൽ ഒരു നാടൻ ഭാഷ രീതിയിലാണ്. ചിലപ്പോ ആർട്ടിഫിഷ്യൽ ആയേക്കാം, അത് കുഴപ്പമില്ല. അത് ആദ്യമായിട്ട് ചെയ്യുന്നതിന്റെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. ക്യാമറയ്ക്ക് മുന്നിൽ, അതായത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്, നമ്മുടെ നല്ല ദേഷ്യമാക്കണം. എന്നിട്ട് നല്ല മാക്സിമം പവറിലായിട്ട് തന്നെ പറയണം. പറട്ടെ ഇനി എന്റെ കൺമുന്നി വന്നാണ്ടല്ലോ അടിച്ചെന്റെ കൊറണക്കുറ്റി ഞാൻ വിളിച്ചോളാം എന്നൊരു അങ്ങനത്തെ. ഇങ്ങനെയല്ല, ഇതിനെ കൊണ്ട് ബെറ്റർ ആയിരിക്കണം. സിനിമയിലെടുത്തേ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. ശരി, അപ്പൊ ആദ്യം നമ്മുടെ അഭിരാമി മോള് വാ. പിന്നെ ഞാനല്ല, അപ്പുറത്തെ വീട്ടിലെ ആന്റിയെ വിളിക്കാം. നമുക്കൊന്ന് നോക്കാം. പിന്നെ ചിരി ഒന്നും വരരുത്, ട്രൈ ചെയ്യുക മാക്സിമം ദേഷ്യമായിട്ട്. ഒരു കാര്യം ചെയ്യും, പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് തന്നെ ചോദിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട്, കുറ്റമാണെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. ഓക്കെ, ഒന്ന് നല്ല രീതിയിൽ മനസ്സിനെ ഒന്ന് എന്ത് ചെയ്യും, നല്ല ദേഷ്യമാക്കുക. മക്കളെ ഡിസ്റ്റർബ് ചെയ്യരുതേ അഭിരാമിയെ, നല്ല ദേഷ്യമാക്കണം. എന്നിട്ട് ക്യാമറയെ നോക്കി, അത്ര ഇൻസൾട്ടാണ്, അത്ര വിഷമാവസ്ഥയാണ്, വെട്ടുകത്തി എടുത്ത് വെട്ടോ, ആ രീതിയിലാണ് ദേഷ്യം. അവള് ചിരിക്കരുത്. ഓക്കെ, ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്നത് നോക്കണ്ട, നമുക്കൊന്ന് നോക്കാം. ശരി, മാക്സിമം ഒന്ന് മൈൻഡ് കൺട്രോൾ ചെയ്തോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അല്ല, അവൾക്കൊരു ചെറിയ ചിരി എന്നാലും കുഴപ്പമില്ല. മോളുടെ ഒരു ആദ്യത്തെ ഒരു ശ്രമമല്ലേ, കുഴപ്പമില്ല. നന്നായിരുന്നു എനിക്ക് തോന്നി. ശരി, വാ നമ്മുടെ ശ്രീലക്ഷ്മി മോള് വന്നേ. ജസ്റ്റ് ഒരു ട്രൈ ചെയ്യുന്നതാണ്, അത്രേ ഉള്ളൂ. നമ്മളൊരു എക്സ്പ്രഷൻ ചേഞ്ച് നോക്കാം. ഓക്കെ, ട്രൈ ചെയ്യുക. അതിൽ മിസ്റ്റേക്കോ എന്തോ ആയിക്കോട്ടെ, ശ്രമിക്ക്. നല്ലതും ചീത്തയും ഒക്കെ ആക്കി നമ്മൾ ചെയ്തല്ലേ ശരിയാവൂ. റെഡി, ട്രൈ ചെയ്. നല്ലൊരു ദേഷ്യം മനസ്സിലേക്ക് ആക്കാൻ ശ്രമിക്ക്.
റെഡി 1 2 3 സ്റ്റാർട്ട്. പന്നെ പറട്ടെ, ഇനി എന്റെ കൺമുമ്പിൽ നിന്നെ കണ്ടാണല്ലോ എന്റെ ചെപ്പ അടിച്ചാൻ തിരിക്കും. എന്തൊക്കെയോ ഡയലോഗ് നമ്മുടെ ലക്ഷ്മി മോള് വന്ന് ആശ്വസിപ്പിക്കുന്നു. പോട്ട് ചേച്ചി, വിഷമിക്കണ്ട, ഇത്രയൊന്നും ദേഷ്യം പാടില്ല ചേച്ചിക്ക്. ഓക്കെ. എന്നാലും കുഴപ്പമില്ല. ഒരൊറ്റ സെന്റൻസ് ഒന്ന് ജസ്റ്റ് നമ്മുടെ ക്യാരക്ടർ മാറണം. മോളെ കൊണ്ട് ഒക്കെ നടക്ക് ചെയ്ത്. ഓക്കെ, എല്ലായിടത്തും പറ. കൊള്ളാങ്കി അഭിപ്രായം പറയണേ, ഓക്കെ മക്കളെ. അടുത്ത നമ്മുടെ അഭിരാമി മോള് വാ. അയ്യോ, അഭിരാമി മോൾ ഇങ്ങനെ ദയനീയമായിട്ടൊക്കെ വരിക. എക്സ്പ്രഷൻ റാണിയാണ് അവള്. നശിപ്പിക്കുമെന്തോ. ഓക്കെ, അപ്പൊ ഒന്ന് നല്ല രീതിക്ക് ദേഷ്യമാക്ക്. മനസ്സിലേക്ക് നല്ല ഒരു ഇത് വരുത്തട്ടെ. റെഡി? ഒറ്റ ഷോട്ടിൽ ചെയ്ത് പോവുക. ട്രൈ ചെയ്യുക. റെഡി 1 2 3 സ്റ്റാർട്ട്. എന്റെ കൺമുൻപിൽ നിന്നെ കണ്ടാണല്ലേ നിന്റെ കരണടിച്ചാ പഠിക്കും. അതല്ല, ഇത്രയും മനുഷ്യന് ദേഷ്യം വരുമ്പോ അല്ല അച്ചടി ഭാഷയൊക്കെ വരുമോ മക്കളെ? നിന്റെ കൺമുന്നിൽ കണ്ടാലുണ്ടല്ലോ. എന്നാലും കുഴപ്പമില്ല, എല്ലാവർക്കും അവരവരെ കൊണ്ടൊക്കെ ശരിക്കും നമ്മുടെ ആ സ്ഥാനത്ത് വരുമ്പോ ഉള്ളത് ഇനി ഒരുപാട് ഓക്കെ ആവാനുണ്ട്. എന്നാലും ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു? സ്വയം അവള് തന്നെ പറയുവാണ് കേട്ടോ. നല്ലതായിട്ട് പറയണേ, ഇല്ലെങ്കിൽ പറയാൻ നിൽക്കണ്ട. ശരി, ടാറ്റ. ഇനി വന്നേ നമ്മുടെ സിദ്ധി മോള് വന്നേ. സിദ്ധി അങ്ങ് ഞെട്ടി കേട്ടോ. അപ്പൊ സിദ്ധി മോൾ ഇച്ചിരി ദേഷ്യത്തിന്റെ ആളാണല്ലേ? ഈയിടെയായിട്ട് ഇച്ചിരി സാധു. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നല്ല രീതിക്കൊന്ന് മനസ്സിലേക്ക് ദേഷ്യം ഒരു ശ്രമം മാത്രമാണ്. അല്ല, നല്ലതും ചീത്തയൊക്കെ വരും. നമ്മുടെ ഒരു ശ്രമം മാത്രമാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. എന്താ പൊന്നോ, അതല്ല, ഞാൻ വിചാരിച്ച അവളുടെ കണ്ണൂരി തറ വീണു. കുഴപ്പമില്ല. ഒരല്പം ദേഷ്യം ഇങ്ങനെ വരുന്നല്ലേ, കണ്ണുരുട്ട് പേടിപ്പിച്ച്. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ അഭിപ്രായം. എല്ലാരും അഭിപ്രായം പറയും. ഈ ദേഷ്യം പുറത്ത് വെച്ച് കാണുമ്പോഴത്തേക്ക് ആരെങ്കിലും തീർക്കായിരുന്നാ മതി. ഓക്കെ. എന്നാലും അതൊരു ശ്രമമാണ്. അടുത്ത നമ്മുടെ ജനമോള് വാ. ഈ അനാമിക മോൾക്കൊരു ആശ്വാസമായി. റെഡി? ഓക്കെ. ഡയലോഗിന്റെ ശബ്ദത്തിലും ഒക്കെ കാര്യമാണ്, എല്ലാത്തിലും കാര്യമുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. മോൾ അങ്ങനെ എല്ലാം, അവള് ഭയങ്കര അമുക്ക് സാധനമാണ്, ഒന്നും പുറമേ അധികം കാണിക്കത്തില്ല. പോയിസണാ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ചിരിയൊക്കെ മാറ്റി നല്ല രീതിക്കൊന്ന് ദേഷ്യമാക്കുക. റെഡി? നമ്മുടെ എക്സ്പ്രഷൻ അതൊരു ജസ്റ്റ് പ്രാക്ടിക്കലായിട്ട് എടുക്കുക. ദേഷ്യമാക്കുക, ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കാണുക. 1 2 3 സ്റ്റാർട്ട്. എക്സ്പ്രഷൻ അടിച്ച് കൊന്ന് ഒരാൾ എന്താ ചെപ്പ, പിന്നെ ഒരാള് കരണം. ലാംഗ്വേജ് കുറച്ച് മാറ്റാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ. കൺമുന്നിൽ കണ്ടല്ലോ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ എന്തോ വന്നിട്ട് പോയ പോലെ. ഓക്കെ. എന്നാലും അയ്യോ, എന്തൊക്കെ ആയിരിക്കും എന്തോ അഭിപ്രായം. ശരി, കുഴപ്പമില്ല. ടാറ്റ. ഇനി അപ്പൊ അടുത്ത് നമ്മുടെ അനാമിക മോള് വാ. അപ്പൊ അവൾ ഓൾറെഡി ഫുൾ ടൈം ചിരിച്ചാ നടക്കുന്നത്. അതെ, ഉറക്കത്തിൽ വരെ ചിരിക്കുന്ന കുട്ടിയാ. അതിന്റെ കൂട്ടത്തിൽ പല്ലിൽ കമ്പിയും. അപ്പൊ നമുക്കൊന്ന് നോക്കാം. എന്തിന്? ഒന്നുമില്ല, ഇതൊരു ജസ്റ്റ് ഒരു ശ്രമം, അത്രേ ഉള്ളൂ. ഒരു 5-6 സെക്കൻഡത്തേക്ക് ഒരു ദേഷ്യം, അത്രേ ഉള്ളൂ. അത് നല്ലതോ ചീത്തയോ എങ്ങനെ ആയിക്കോട്ടെ, ട്രൈ ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. റെഡി? മനസ്സുകൊണ്ട് ആ ഒരു ദേഷ്യത്തിലേക്ക് ഒന്ന് ആക്കാൻ ശ്രമിക്കാം.
പന്ന പറട്ടെ. ഇനി എന്റെ കൺമുന്നി വന്നോണ്ടല്ലോ അടിച്ചതിന്റെ കാരണം ഞാൻ പൊളിച്ചു കളയും. എന്തോ ഓരോ നാട്ടിലെ ഓരോ ലാംഗ്വേജ് അല്ലേ, നമുക്കൊന്ന് നോക്കാം. ഇതിപ്പം നമുക്ക് എന്താ നല്ല ഒരു പരിധി വിട്ട സ്റ്റാൻഡേർഡ് രീതിയിൽ സംസാരിക്കുന്നതല്ല, നല്ല ഒരു ദേശീയ അതിൽ ചിലപ്പോ ഭാഷ ഒക്കെ മാറി സംസാരിക്കുന്ന ഒരു റേഞ്ച് മനുഷ്യന് വരും. ഓക്കെ, ആ രീതിയിൽ ധൈര്യമായിട്ട് പറയാം. കുഴപ്പമില്ല, ഇപ്പൊ ഈ കാണിച്ച ശബ്ദങ്ങളൊക്കെ പലതും അവരുടെ അല്ലായിരുന്നു. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ട്രൈ ചെയ് വരും. ദേഷ്യം പേടിയൊന്നുമില്ല. ദേഷ്യം വരട്ടെ, നല്ല രീതിക്ക് ദേഷ്യം വരട്ടെ. ട്രൈ ചെയ്, ശ്രമിക്കുക. ഒരു 3 സെക്കൻഡിലേക്കല്ലേ. റെഡി? 1 2 3 സ്റ്റാർട്ട്. എന്റെ ദൈവമേ, ഗുണ്ടായിരുന്നു. അവൾ പറട്ടൊക്കെ മാറ്റി. അയ്യോ, അവളുടെ ഉള്ളിലൊരു രാക്ഷസി. പാവൻകുട്ടി കളിപ്പാട്ടം പാവയായിട്ട് നിന്നിട്ട് ക്യാരക്ടർ മാറി, ഭാഷയെ മാറി. കുഴപ്പമില്ല, ഒരു ചെടിയുടെ പേരായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പെട്ടെന്ന് വന്ന ഒരു ദേഷ്യത്തിന്റെ അതിൽ നമ്മൾ പറയുന്നതാ, കുഴപ്പമില്ല. ഇനി അടുത്ത നമ്മുടെ മീനാക്ഷി മോള് വന്നേ. അപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ മീനാക്ഷി കുട്ടിയുടെ എക്സ്പ്രഷൻ ആണ്. മാക്സിമം ദേഷ്യമായിട്ട് നമ്മൾ ചെയ്യാൻ ഒരു ശ്രമമാണ്. ജസ്റ്റ് ഒരു 4 സെക്കൻഡത്തേക്ക് ഒരു ദേഷ്യം, അതിൽ ആ ഡയലോഗ് കൂടെ വരുത്തി ഒന്ന് പറയുന്നു. നോക്കാം നമുക്കൊന്ന്. ഓക്കെ, ട്രൈ ചെയ്. മനസ്സിലേക്ക് ആ ദേഷ്യമൊക്കെ ഒന്ന് വരട്ടെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. എനിക്ക് വയ്യ. കുഴപ്പമില്ല. മക്കളെ, ഒന്നുമല്ല, ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് കൊണ്ട് ലൈവായിട്ട് എനിക്കറിയാം എത്ര സമയം പെട്ടെന്ന് വന്നു. ഒരു 10 മിനിറ്റ് സമയത്ത് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ് അല്ലേ. അതെന്താണ്, നമുക്ക് ദേഷ്യം പെട്ടെന്ന് വന്നാൽ നമ്മളൊന്ന് പ്രതികരിക്കുന്നത്. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഡാൻസ് ഒക്കെ ചെയ്ത് നല്ലൊരു ഹാപ്പി മൂടി ഇരിക്കുന്നിടത്തൊന്ന് പെട്ടെന്ന് നിങ്ങളടുത്ത് പറയാം എങ്ങനെ ചെയ്യാൻ. അവിടെ നിങ്ങൾ നിങ്ങളുടെ ശ്രമത്തിന്റെ മാക്സിമത്തിൽ വെറും ഒരു ചെറിയ സമയത്തിനുള്ളിൽ ചെയ്തു അല്ലേ. അതൊരു പരിശ്രമമാണ്. അതിന്റെ മാക്സിമം നമ്മളെ കൊണ്ട് ഒക്കെ കണക്ക് ചെയ്തു. ഇനി വീണ്ടും വീണ്ടും ചെയ്തു വരുമ്പോൾ അതിന്റെ ആ ഒരു ശരിയും തെറ്റും കൃത്യമായ ഒരു അത് വിഷനിൽ കാണാനും കൃത്യമായ രീതിയിൽ ചെയ്യാനും ഉള്ളൊരു കഴിവായി വരും. അത്രയേ ഉള്ളൂ. അങ്ങനെ എടുക്കുന്നവരെടുക്കട്ടെ, തെറ്റായിട്ട് എടുക്കുന്നവരും കാണും അല്ലേ. എത്ര നല്ല എൻ്റെ ഇടയ്ക്കും കുറച്ച് ചീത്ത കാണും, അത്രയേ ഉള്ളൂ. അങ്ങനെ കാണും. എന്നാലും മക്കളെ കൊണ്ട് ഒക്കെ കണക്കാവും ചെയ്തില്ലേ. അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻസിൽ ഒരു ദേഷ്യത്തിന്റെ ഒരു 4-5 സെക്കൻഡിൽ ഒരു പോർഷൻ ഡയലോഗ് ഉൾപ്പെടെയായിട്ട് നിങ്ങൾ ഇത്രയും ഹാപ്പി മോഡിന്റെ ഇടയ്ക്ക് പറഞ്ഞു. നിങ്ങളെ കൊണ്ട് ഒക്കെ കണക്ക് അതും കലയുടെ ഒരു ഭാഗമാണ് അല്ലേ. എങ്ങനെ എടുത്താലും അത് കലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. നിങ്ങളത് ചെയ്തു. എങ്ങനെയുണ്ട്? അനുഭവം കൊള്ളാവോ? ഇനി അതിൻ്റെത് കൂടുതലായിട്ട് എടുക്കണം. ഓക്കെ, ശരി. ദേഷ്യം വന്നതിന്റെ കണ്ണൊക്കെ വന്ന് ചുമന്നായിട്ട് ദേഷ്യം വന്നു. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നല്ലൊരു എക്സ്പ്രഷൻ ചലഞ്ച് ആയിട്ടോ നല്ലൊരു വീഡിയോ ആയിട്ടോ ഒരു ഡാൻസ് ഒക്കെ ആയിട്ടോ ഉടൻ തന്നെ എത്താം. കൂട്ടുകാരോടൊക്കെ ടാറ്റ പറഞ്ഞേ. ടാറ്റ.